നീ എന്തിനാണ് എന്റെ കുഞ്ഞിനെ തല്ലിയത്? എന്തിനാണെന്ന് തൊട്ടുപോകരുത് തന്നെ. തല്ലിയതിന്റെ കാരണം എന്താണെന്ന് അവൾക്കറിയാം. ഞാനിപ്പോ ഹോസ്പിറ്റലിലോട്ടാ പോകുന്നത്. എന്റെ മോള് അവിടെ കിടക്ക. അവൾക്ക് അവളുടെ കുഞ്ഞിനും എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അവൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടായ അത് നിങ്ങളുടെയും നിങ്ങളുടെ മോളുടെയും നാശത്തിന്. എന്താ 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 മോളെ, എന്താ സംഭവിച്ചേ? മോളെ എന്തിനാ മോളെ ആ പോയവള് നിന്നെ തല്ലിയത്? സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് ഞാൻ ലക്ഷ്മിയെ തള്ളി താഴെയിട്ടു. നല്ല വീഴ്ചയായിരുന്നു. അതുകൊണ്ട് അവള് ജീവിച്ചാലും ചിലപ്പോ അവളുടെ കുഞ്ഞ് ജീവിക്കണമെന്നില്ല. ഈ സമയത്ത് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പോയവരുടെ പിറന്നാൾ ആഘോഷിക്കാൻ ഇന്നലെ ഇവിടോട്ട് വന്ന ശേഷം രണ്ടും കൽപ്പിച്ചാ ഞാൻ പോയത്. പ്രതാപ, ഞാൻ പറഞ്ഞില്ലടാ പ്രതാപ, മോള് എന്തോ തീരുമാനിച്ചുറപ്പിച്ച ഇവിടുന്ന് പോയെന്ന്. രാവിലെ അവള് ഓരോന്ന് ആജ്ഞാപിച്ചോണ്ട് എന്റെ മുന്നിലേക്ക് വന്നു. പിന്നെ എന്തും വരട്ടെന്ന് ഞാനും അങ്ങ് കരുതി. മോളെ ഇനിയിപ്പം അച്ഛന് പിന്നാലെ മോളും ജയിലിലേക്ക് പോവോ? എന്തായാലും കമലേശ്വരൻ എന്ന വലിയ വീട്ടിൽ കിടന്ന് പണിയെടുക്കുന്നതിനേക്കാളും കഠിനമായ ജോലിയല്ല ജയിലിലുള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ കിടന്നോളാം. അയ്യോ, വയസ്സുകാലത്ത് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛനും മോളും കൂടി ഇവിടുന്ന് പോവാന്നോ? ഞാൻ പോയാലും കുഴപ്പമില്ലമ്മേ. പക്ഷേ നമ്മുടെ കുഞ്ഞ് ജയിലിൽ കിടക്കാന്ന് വെച്ചാ അത് നമ്മൾ മരിക്കുന്നത് പോലല്ലേ അമ്മേ? എന്റെ പൊന്നു മോളെ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു വാക്ക് നിനക്ക് ഞങ്ങളോട് കൂടെ ചോദിച്ചുകൂടായിരുന്നോ? ചോദിച്ചാലും ചെയ്യണ്ടെന്നല്ലേ പറയുള്ളൂ. എന്നെ കൊണ്ടവള് അടുക്കളപ്പണി ചെയ്യിപ്പിക്കുവാണെന്ന് പറഞ്ഞപ്പോ തൽക്കാലം അവള് പറയുന്നൊക്കെ കേൾക്കാനാ അച്ഛനും മുത്തശ്ശി എന്നോട് പറഞ്ഞത്. ഒടിമപ്പണി ചെയ്ത് ചെയ്ത് മടുത്തു. അതിന്റെ അവസാനമാ അവളുടെ അഹങ്കാരത്തിന് ഞാൻ പകരം വീട്ടിയത്. എന്റെ ദൈവമേ, ഇനിയിപ്പോ ഇങ്ങോട്ട് പോലീസാണോ അതോ ആ മാർക്കോ ആണോ വരുന്നെന്ന് പറയാൻ പറ്റില്ല. മാർക്കോ വരുന്നതിനേക്കാളും നല്ലതേ പോലീസ് വരുന്നതാടാ. അപ്പോ ഞാൻ തിളപ്പിക്കട്ടെ എന്ത്? ചൂടുവെള്ളം. മാർക്ക വന്നു കഴിഞ്ഞാലേ എന്തായാലും നിന്റെ ദേഹത്ത് ആവി പിടിക്കേണ്ടി വരും. ഇത്തവണ മിക്കവാറും മോളുടെ ദേഹത്തും ആവി വെക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. മോളെ ഇപ്പൊ നമ്മളെക്കാളും കരുത്തരാ കണ്ണനും ലക്ഷ്മിയൊക്കെ. അവർക്ക് ചുറ്റിനും എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറെ ആളുകളുണ്ട്. അവളിനി ജീവിക്കുവാണെങ്കിൽ കുഞ്ഞില്ലാതെ ജീവിക്കണം. വീൽ ചെയറിലിരിക്കുന്ന ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ അവളെ നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അവൾ ഇനിയുള്ള കാലം അങ്ങനെ ജീവിച്ചാ മതി. വീൽ ചെയർ തള്ളി വരുന്ന ലക്ഷ്മിയെ കാണുന്നതാ എന്റെ സന്തോഷം. അല്ലാതെ അയാൾക്കൊപ്പം ഒരു കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് വരുന്ന ലക്ഷ്മിയെ കാണാനല്ല. അതുകൊണ്ട് ചെയ്ത തെറ്റായി പോയിന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അവള് സ്വയം പിടിച്ചു വാങ്ങിയതാ. അതിൽ എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. ഇപ്പോഴും അവൾക്കറിയില്ല കണ്ണൻ നടക്കുന്ന കാര്യം. ഇനിയിപ്പോ കണ്ണൻ തന്നെ അത് അറിയിച്ചു കൊടുത്തോളൂ. അമ്മേ, യാത്ര ചെയ്ത് വന്നല്ലേ, ഞാനൊന്ന് കുളിച്ച് റെഡിയായിട്ട് നിൽക്കട്ടെ. ഏത് നിമിഷവും പോലീസുകാരെങ്കിൽ എത്തും.